So the first question. Resolution obtained with an electron microscope is in the range of option A 0.3 micron, option B 0.003 micron, option C 3 micron, option D 0.03 micron. ഒരു ബാക്ടീരിയയുടെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്പിക്കൽ ബാക്ടീരിയയുടെ സൈസ് എന്ന് വെച്ചാൽ 0.2 മൈക്രോണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0.2 മൈക്രോൺ ആണ് ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയിൽ ഒരു ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എപ്പോഴും ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്തായിരിക്കും, അതിനേക്കാളും താഴെ ആയിരിക്കണ്ടേ. സോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി 0.003 മൈക്രോൺ ആണ്. Question 2. The greatest resolution is obtained by using lens with. ഏത് തരത്തിലുള്ള ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് greatest resolution കിട്ടുന്നത്? So option A, large possible numerical aperture and light of shortest wavelength. Option B, small possible numerical aperture and light of shortest wavelength. Option C, large possible numerical aperture and light of longest wavelength. D, small possible numerical aperture and light of longest wavelength. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്നാൽ ഒരു ലൈറ്റിനെ സ്കാറ്റർ ചെയ്തിരിക്കുന്ന ലൈറ്റിനെ ഗ്രാബ് ചെയ്യാനുള്ള ഗ്യാദർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ ആയിട്ടുള്ള ന്യൂമറിക്കൽ അപ്പർച്ചറും ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റും ആണെങ്കിൽ എന്തായിരിക്കും, ഹയസ്റ്റ് റെസൊല്യൂഷനിലുള്ള ഇമേജസ് കിട്ടുന്നു. The third question. The first contrast microscope was developed by Dash in 1933. Option A, Hansen. Option B, Fritz Zernick. Option C, Zakaria. Option D, Lippershey. Zakaria കണ്ടുപിടിച്ചത് Zakaria Janssen. Janssens കണ്ടുപിടിച്ചത് ഫസ്റ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ലിപ്പേർഷെ കണ്ടുപിടിച്ച ടെലിസ്കോപ്പ് ആണ്. ഹാൻസൻസ് ബാസിലൈ എന്നറിയപ്പെടുന്ന മൈക്രോബാക്ടീരിയം ലെപ്പറയാണ്, ലെപ്രസി കോസ് ചെയ്യുന്ന ബാക്ടീരിയ. ഇതിന്റെ ആൻസർ ഫ്രിസ് സെർനിക് ആണ്. Question number 4. Thin and distinctive shaped Treponema pallidum, the causative agent of syphilis, is better identified in the clinical specimens by using A, phase contrast microscope, B, dark field microscope, C, fluorescent microscope, D, differential interference contrast microscope. ട്രിപ്പോണമ പാലഡം എന്ന് വെച്ചിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഡെലിക്കേറ്റ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഇത് സ്പൈറോകീറ്റ് ആണ്. അപ്പോ അതിനെ സാധാരണ ഒരു മൈക്രോസ്കോപ്പിക് ടെക്നിക്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡെലിക്കേറ്റ് ആയതുകൊണ്ട് മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയാണ്. സോ അതിന്റെ ആൻസർ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടില് ബാക്ടീരിയനെ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ബാക്ടീരിയനെ വ്യൂ ചെയ്യാൻ പറ്റും. Question number 5. Which of the following is used in an electron microscope? A, electron beams. B, magnetic fields. C, light waves. D, electron beams and magnetic fields. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ലൈറ്റ് വേവ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിലല്ലേ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ ഇലക്ട്രോൺ ബീംസും മാഗ്നറ്റിക് ഫീൽഡ്സും അല്ലേ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, electron beams and magnetic fields. Sixth question. Electron microscope can give a magnification up to A, 400,000 x, B, 100,000 x, C, 15,000 x, D, 100 x. അതിന്റെ ആൻസർ ഓപ്ഷൻ എ, 400,000 x. In fluorescence microscopy, which of the following performs the functioning of removing all light
എക്സെപ്റ്റ് ദ ബ്ലൂ ലൈറ്റ്. ബ്ലൂ ലൈറ്റിനെ ഒഴിച്ച് ബാക്കി എല്ലാ ലൈറ്റിനെയും റിമൂവ് ചെയ്യുന്നത് ആരാണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയിൽ? നമ്മൾ പറഞ്ഞു എക്സൈറ്റർ ഫിൽട്ടർ ഉണ്ട്, ബാരിയർ ഫിൽട്ടർ ഉണ്ട്, ഡൈക്രോമിക് മിറർ ഉണ്ട്, മെർക്കുറിക് ആർക്ക് ലാമ്പ് ഉണ്ട്. അല്ല, മെർക്കുറിക് ആർക്ക് ലാമ്പ് എന്തായിരുന്നു? അത് ഒരു ലൈറ്റ് സോഴ്സ് ആയിരുന്നു. ഡൈക്രോമിക് മിറർ എന്തിനായിരുന്നു? എപ്പോഴാണോ മെർക്കുറിക് ലാമ്പ് ലൈറ്റ് സോഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ എന്തായിരിക്കും? ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റ് സോഴ്സ് ആയിരിക്കും, ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഏതിൽ കൂടെ പാസ് ചെയ്യുന്നു? എക്സൈറ്ററിൽ കൂടെ പാസ് ചെയ്തിട്ട് ഡൈക്രോമിക് മിററിൽ കൂടെ പാസ് ചെയ്ത് നമുക്ക് സ്പെസിമെൻ കിട്ടുന്നു. അപ്പൊ ഡൈക്രോമിക് മിറർ എന്താ? കറക്റ്റ് ഒരു വ്യതിചലിച്ച് വിടാൻ വേണ്ടി, ഒരു ഡൈവേർട്ട് ചെയ്ത് സ്പെസിമെനിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡൈക്രോമിക് മിറർ ഉണ്ടായിരുന്നത്. എക്സൈറ്റർ ഫിൽട്ടർ എന്താ ചെയ്തായിരുന്നത്? അവിടെ ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ എന്ത് ചെയ്തു? ഒരൊറ്റ വേവ് ലെങ്തിലുള്ള ബ്ലൂ വേവ് ലെങ്തിലുള്ള ലൈറ്റ് മാത്രമാക്കി ബാക്കി എല്ലാത്തിനെയും ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എക്സൈറ്റർ ഫിൽട്ടർ ആണ്. Question 8. Which of the following is true for electron microscopy? Option A, the specimen should be thin and dry. Option B, image is obtained on a phosphorescent screen. Option C, electron beam must pass through an evacuated chamber. Option D, the specimen should be thin, the image is obtained on a phosphorescent screen, and the electron beam must pass through an evacuated chamber. എന്തായിരിക്കും? നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലുള്ള ഇമേജ് എപ്പോഴും തിന്നായിരിക്കണം, ഡ്രൈ ആയിരിക്കണം, തിന്നായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? ഫോസ്ഫറസൻ സ്ക്രീനിലല്ലേ ഒരു ഇമേജ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഈ ഇലക്ട്രോൺ ബീം എന്താ? ഒരു ഇവാക്വേറ്റഡ് ചേമ്പറിൽ കൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. ഇതെല്ലാം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ട്രൂ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, the specimen should be thin, the image is obtained on a phosphorescent screen, and the electron beam must pass through an evacuated chamber. Question 9. Which of the following techniques are used in a transmission electron microscopy for examining cellular structure? Option A, negative staining. Option B, shadow casting. Option C, ultra thin sectioning. Option D, negative staining, shadow casting, ultra thin sectioning, and freeze drying. So, നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ അതിന്റെ സെക്ഷനിങ് അല്ലെങ്കിൽ സ്പെസിമെൻ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ടഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി, നെഗറ്റീവ് സ്റ്റെയിനിങ്, ഷാഡോ കാസ്റ്റിംഗ്, അൾട്രാ തിൻ സെക്ഷനിങ് ആൻഡ് ഫ്രീസ് ഡ്രൈയിങ് ആണ്. Question 10. Which type of microscopy is best suited for observing live and unstained specimens? Option A, bright field microscopy. Option B, phase contrast microscopy. Option C, fluorescent microscopy. Option D, confocal microscopy. ഇപ്പൊ നമ്മൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചതാ. ലൈവ് ആൻഡ് അൺസ്റ്റെയിൻഡ് സ്പെസിമെൻസിന് ഏതാ യൂസ് ചെയ്യുന്നത്? ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി അല്ലേ? അപ്പോ അതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, phase contrast microscopy. Question 11. Which part of light microscope controls the intensity of light entering the viewing area? Option A, coarse adjustment screw. Option B, fine adjustment screw. Option C, diaphragm. Option D, condenser lens. അപ്പോ കണ്ടൻസർ ലെൻസിൽ കൂടെയാണ് ലൈറ്റ് പാസ് ചെയ്തു പോകുന്നത്. കോഴ്സ് അഡ്ജസ്റ്റ്മെന്റും ഫൈൻ അഡ്ജസ്റ്റ്മെന്റും നമുക്കൊരു സ്പെസിമെൻ കണ്ടു, ആ സ്പെസിമെൻ നമുക്ക് നമ്മുടെ റെസൊല്യൂഷന് വേണ്ടി നമുക്ക് നന്നായിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്. ഡൈഫ്രം എന്താന്ന് വെച്ചാൽ എപ്പോഴാണോ ലൈറ്റ് പാസ് ചെയ്യുന്നത്, അപ്പൊ ഡൈഫ്രത്തില് ഷട്ടർ ഉണ്ടാവും. അപ്പൊ നമുക്ക് എത്രമാത്രം ലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്യണമെന്ന് നമുക്ക് ഡൈഫ്രം യൂസ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. Therefore, the part of light microscope which controls the intensity of light entering the viewing area is diaphragm. Question number 12. Which microscopic technique can provide
three-dimensional images of a specimen? Option A, bright field microscope. Option B, phase contrast microscope. Option C, fluorescent microscope. Option D, scanning electron microscope. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ? അതിന്റെ ആൻസർ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ഡി. Question number 30. Which type of electron microscope is used to study the internal structure of a specimen? Option A, scanning electron microscope. Option B, transmission electron microscope. Option C, atomic force microscope. Option D, fluorescence microscope. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എ സ്പെസിമെൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലേ. അതുകൊണ്ട് അതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, TEM. Question number 40. Which is the shortest distance the eye must go to concentrate on any object? Option A, 11. Option B, 25. Option C, 32. Option D, 42. ഐയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഒരു വ്യൂ ചെയ്യേണ്ട ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററും ഫാർദസ്റ്റ് 75 സെന്റിമീറ്ററുമാണ്. അതുകൊണ്ട് അതിന്റെ ആൻസർ എന്തായിരിക്കും? 25 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി. Last question, question number 15. Which part of compound microscope helps in gathering and focusing light rays on the specimen to be viewed? Option A, eyepiece lens. Option B, objective lens. Option C, condenser lens. And option D, magnifying lens. ഒരു സ്പെസിമെനിലേക്ക് ലൈറ്റ് റേസിനെ ഗ്യാദർ ചെയ്ത് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പാർട്ട് ഏതാണ്? ഐപീസ് ലെൻസ് എന്തിനാ? നമ്മുടെ നമ്മൾ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ് ഐപീസ് വരുന്നത്. ഒബ്ജക്റ്റീവ് എന്താ? നമുക്ക് മൂന്ന് അല്ലെങ്കിൽ 4 ഒബ്ജക്റ്റീവ്സ് ഉള്ളത്. ഒന്ന് 4x ഉണ്ടായിരിക്കും, 10x ഉണ്ടായിരിക്കും, 45 or 40x ഉണ്ടായിരിക്കും, 100x ഉണ്ടായിരിക്കും. 100x is known as oil immersion objective. മാഗ്നിഫൈങ് ലെൻസ് എന്താ? നമ്മുടെ ഈ വാൽ കണ്ണാടി പോലത്തെയാണ് മാഗ്നിഫൈങ് ലെൻസുകൾ. അപ്പൊ കണ്ടൻസർ എന്തായിരിക്കും? കണ്ടൻസറിൽ കൂടെയല്ലേ ലൈറ്റ് പാസ് ചെയ്തിട്ട് അതുവഴിയല്ലേ നമുക്കൊരു സ്പെസിമെനെ ഫോക്കസ് ചെയ്ത് ലൈറ്റ് റേസ് ഗ്യാദർ ചെയ്ത് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, കണ്ടൻസർ ലെൻസ്.